ആന്തരികമായ സമാധാനം, ഇന്നർ പീസ് പലപ്പോഴും വിദൂരവും അവ്യക്തവുമായ ഒരവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. ആരും ഇല്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ശാന്തമായ ചുറ്റുപാടുകളിലോ മാത്രം കൈവരിക്കാൻ കഴിയുന്ന ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ പോലും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഗുണമാണിത്. എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്, പുറമേയുള്ള സാഹചര്യങ്ങളെ പരിഗണിക്കാതെ ഉള്ളിൽ ശാന്തത കണ്ടെത്തുക സാധ്യമാണ്. നമ്മുടെ ലോകം വളരെ സ്ട്രെസ്ഫുൾ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവരങ്ങളുടെ നിരന്തരമായ പ്രവാഹം, വിജയിക്കുവാനുള്ള സമ്മർദ്ദം, ആധുനിക ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം നമ്മളിൽ അമിത ഭാരവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. ഈ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്താണ് ആന്തരിക സമാധാനം തേടുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ആന്തരികമായ സമാധാനം, ഇന്നർ പീസ് വളർത്തിയെടുക്കാൻ ഇന്നർ കണക്ഷൻ വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുമായി തന്നെ എത്ര ബന്ധത്തിലാണോ, യോജിപ്പിലാണോ, അത്രയധികം ആന്തരിക സമാധാനം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുവാനും ആശ്വാസം കണ്ടെത്തുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ ഇന്നർ കണക്ടിവിറ്റി വളർത്തിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഇവയുടെ കീഴിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ നോക്കാം. മെഡിറ്റേഷൻ ചെയ്യാനായി ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ ശാന്തമായ പീസ്ഫുള്ളായ അന്തരീക്ഷത്തിൽ സങ്കല്പിക്കാം. അങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കാം. മറ്റൊന്നാണ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ഇവിടെ ഓരോ ശരീരഭാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻസ് ശ്രദ്ധിക്കാം. ഒരുപക്ഷെ അത് ചില ഭാഗങ്ങളിലുള്ള വേദനയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻസേഷൻസ് ആകാം. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനും പരിശീലിക്കാവുന്നതാണ്. സ്വന്തമായും മറ്റുള്ളവരോടും ഊഷ്മളതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന മെഡിറ്റേഷനാണിത്. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. മറ്റൊന്നാണ് മൈൻഡ്ഫുൾ പ്രസൻസ്. നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ഓരോ കാര്യങ്ങളെയും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ ശ്രമിക്കുന്നതാണ് ഇത്. മറ്റൊന്നാണ് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അവയ്ക്ക് നന്ദി പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പോസിറ്റീവായ ദിശയിലേക്ക് മാറ്റാൻ സഹായകരമാണ്. ഇന്നർ കണക്ടിവിറ്റി വളർത്തിയെടുക്കാൻ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്നത്. സിറ്റിംഗ് ഇൻ സോളിറ്റ്യൂഡ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് സഹായകരമായിരിക്കും. മറ്റൊന്നാണ് റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ സെൽഫ്. സ്വയം വിചിന്തനം ചെയ്യുന്നത്. പല ചോദ്യങ്ങളും സ്വയം ചോദിച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണിത്. സ്വയം റീചാർജ് ചെയ്യുന്നതാണ് മറ്റൊന്ന്. അതിനായി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വിശ്രമിക്കാൻ സമയം കണ്ടെത്തേണ്ടതാണ്. മൂന്നാമത്തെ ഒരു പ്രാക്ടീസാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഇവിടെ ആർട്ടിലോ സംഗീതത്തിലോ അല്ലെങ്കിൽ എഴുത്തിലോ ഉള്ള നിങ്ങളുടെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പല പാഷൻസും കണ്ടെത്താൻ ശ്രമിക്കാം. മറ്റൊന്ന് ഇമോഷണൽ റിലീസ്. കലയിലൂടെ നിങ്ങളുടെ വികാരങ്ങൾ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ മറ്റും. ഇന്നർ കണക്ടിവിറ്റി വളർത്തിയെടുക്കാൻ സഹായകരമായ നാലാമതൊരു കാര്യമാണ് പ്രകൃതിയുമായി സമയം ചിലവഴിക്കുന്നത്. കണക്റ്റിംഗ് വിത്ത് നേച്ചർ. സമ്മർദ്ദം കുറയ്ക്കാനും സമാധാനം കണ്ടെത്താനും ഇത് സഹായിക്കും. ഇതിനായി മൈൻഡ്ഫുൾ വാക്കിങ്ങിൽ ഏർപ്പെടാം. നടക്കുമ്പോൾ നമ്മുടെ കാലുകളുടെ ചലനം, അതുപോലെ കാലിൽ അനുഭവപ്പെടുന്ന സെൻസേഷൻസ്, ഇവയെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കാതെ മണ്ണിലൂടെ നടക്കുന്നതും അതുപോലെ പ്രകൃതിയിൽ അല്പനേരം ഇരിക്കുന്നതുമെല്ലാം ഗുണകരമാണ്. പ്രകൃതിയിലുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ, ഗന്ധങ്ങൾ ഇവയെല്ലാം ശ്രദ്ധിക്കാവുന്നതാണ്. അഞ്ചാമത്തേതാണ് ഇന്നർ കണക്ടിവിറ്റിക്കായി സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ. അതിലൊന്നാണ് ആഴത്തിലുള്ള ശ്വസനം, ഡീപ്പ് ബ്രീതിങ്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ശാന്തമാക്കുന്നതിന് ഏറ്റവും ലളിതവും എന്നാൽ ഫലപ്രദവുമായ മാർഗമാണ്. ഈ ഒരു നിമിഷത്തിലായിരിക്കുവാൻ, പ്രസന്റ് മൊമെന്റിലായിരിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. മറ്റൊന്നാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഇവിടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും തല മുതൽ
പാദം വരെ ഓരോ ഭാഗങ്ങളെയും ആദ്യം ടൈറ്റൻ ചെയ്ത് മുറുക്കി പിടിച്ച ശേഷം റിലീസ് ചെയ്യുന്നത്, അയച്ചുവിടുന്നതാണിത്. ഇത് ശരീരത്തെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് ജേർണലിംഗ്. ജേർണലിംഗ് വികാരങ്ങളെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിനായി നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം എഴുതാം. മറ്റൊന്നാണ് ജേർണലിംഗ് സെൽഫ് ഡിസ്കവറിക്കായി സഹായിക്കുന്നത്. എഴുത്തിലൂടെ നിങ്ങളുടെ ആന്തരിക ലോകം എക്സ്പ്ലോർ ചെയ്യുവാൻ ജേർണലിംഗ് സഹായിക്കുന്നു. മറ്റൊന്നാണ് ജേർണലിംഗ് പാറ്റേൺ റെക്കഗ്നിഷന് സഹായിക്കുന്നു എന്നത്. ആവർത്തിച്ചുള്ള പല തീമുകൾ അല്ലെങ്കിൽ വികാരങ്ങളെ തിരിച്ചറിയുവാൻ ജേർണലിംഗിലൂടെ സാധിക്കുന്നതാണ്. മറ്റൊന്ന് സെറ്റിംഗ് ബൗണ്ടറീസ്. ആന്തരിക സമാധാനം നിലനിർത്തുന്നതിന് നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമെങ്കിൽ നോ പറയാനും ചെയ്യാൻ സാധിക്കുന്നവ മാത്രം ഏറ്റെടുക്കുവാനും ശ്രമിക്കാം. മറ്റൊന്ന് ടൈം മാനേജ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന കൊടുക്കുന്നതും റിയലിസ്റ്റിക്കായ ഗോൾസ് സെറ്റ് ചെയ്യുന്നതും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ആറാമതായി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇതിലാദ്യമായി ഹെൽത്തി ഡയറ്റ്, ആരോഗ്യകരമായ ഭക്ഷണക്രമം ശീലിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണങ്ങളാൽ നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് ഓവറോൾ വെൽബീയിങ്ങിന് കാരണമാകുന്നു. മറ്റൊന്ന് റെഗുലർ എക്സസൈസ് ചെയ്യുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾ സ്ട്രെസ് കുറയ്ക്കാനും മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. മറ്റൊന്ന് സഫിഷ്യന്റ് സ്ലീപ്പ്, മതിയായ ഉറക്കം. മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ക്വാളിറ്റി സ്ലീപ്പ് വളരെ ആവശ്യമാണ്. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുന്നതാണ് മറ്റൊരു കാര്യം. അമിതമായ സ്ക്രീൻ എക്സ്പോഷർ സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും. അതുകൊണ്ട് അത് കുറയ്ക്കുന്നത് ഗുണകരമായിരിക്കും. ഇന്നർ പീസ് വളർത്താനായി സഹായകരമായ മറ്റു 3 പവേഴ്സ് ഇവയാണ്. ആദ്യമായി ദി കൈൻഡ്നെസ് ഇഫക്റ്റ്. മറ്റുള്ളവരോടുള്ള ദയയും കൈൻഡായ പ്രവൃത്തികളും നിങ്ങളുടെ സ്വന്തം സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പവറാണ് പവർ ഓഫ് ലാഫ്റ്റർ, ചിരിയുടെ ശക്തി. സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കുവാനും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ചിരിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് ആന്തരിക സമാധാനത്തിന് കാരണമാകുന്നു. മൂന്നാമത്തേത് ദി പവർ ഓഫ് ടച്ച്, സ്പർശനത്തിന്റെ ശക്തി. ആലിംഗനം ചെയ്യുന്നത്, അതുപോലെ കൈകൾ പിടിക്കുന്നത് പോലെയുള്ള സ്പർശനങ്ങൾ ബോണ്ടിങ്ങും റിലാക്സേഷനുമായി ബന്ധപ്പെട്ട ഹോർമോണായ ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നു. മുകളിൽ പറഞ്ഞ 6 കാറ്റഗറികളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായത് ഏതെന്ന് കണ്ടെത്തി അവയെ ദിവസവും അല്പനേരം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഈ പ്രാക്ടീസുകൾ ഇന്നർ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനും അങ്ങനെ ആന്തരിക സമാധാനം അനുഭവിക്കാനും കാരണമാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആന്തരിക സമാധാനം ശക്തമായ ഇന്നർ കണക്ഷന്റെ ഫലമാണ്. ഇന്നർ പീസിന് അടിത്തറയാണ് സ്വയമുള്ള ശക്തമായ ആന്തരിക ബന്ധം. ഒരു ഉദാഹരണത്തിലൂടെ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രാക്ടീസിലൂടെ ആന്തരിക സമാധാനം വളർത്തിയെടുത്ത ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. അയാൾക്ക് ഉയർന്ന സമ്മർദ്ദമുള്ള ജോലിയാണുള്ളത്. ഡിമാൻഡിംഗ് ആയ ബോസ്, ടൈറ്റ് ഡെഡ്ലൈൻസ്, നിരന്തരമായ തടസ്സങ്ങൾ എന്നിവ വളരെയധികം സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും ഈ വ്യക്തി ശാന്തമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചും തുടരുവാനുള്ള ഒരു വഴി കണ്ടെത്തുന്നു. സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങളിൽ ഇമ്പൾസീവായി പ്രതികരിക്കുന്നതിന് പകരം ഈ വ്യക്തി ഡീപ്പ് ബ്രെത്ത്സ്, ആഴത്തിൽ ശ്വാസമെടുക്കുകയും ഒരു ചുവട് പിന്നിലോട്ടെടുത്ത് വെച്ച് സാഹചര്യം വിലയിരുത്തുകയും ചെയ്യാനുള്ള ജോലികളുടെ പ്രാധാന്യമനുസരിച്ച് ജോലികളെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. അയാൾ ഒരു പോസിറ്റീവ് പെർസ്പെക്റ്റീവ് നിലനിർത്തുന്നു. പ്രശ്നങ്ങളെക്കാൾ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇടവേളകളിൽ ഷോർട്ട് മെഡിറ്റേഷനിലോ ബ്രീതിംഗ് പ്രാക്ടീസിലോ ഏർപ്പെടുന്നു. ഈ നിമിഷങ്ങൾ അയാളെ റീചാർജ് ചെയ്യുവാനും പുതിയ ഊർജത്തോടും വ്യക്തതയോടും കൂടി ജോലിയിലേക്ക് മടങ്ങാനും സഹായിക്കുന്നു. തിരിച്ചടികളോ പരാജയങ്ങളോ നേരിടുമ്പോഴും ഈ വ്യക്തി സ്വയം അനുകമ്പ കാണിക്കുകയും അനുഭവത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. വെല്ലുവിളികൾ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് അയാൾ മനസ്സിലാക്കുകയും ബാലൻസ്ഡ് ആയ കാഴ്ചപ്പാട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആധുനിക ലോകം നിരന്തരമായ സ്റ്റിമുലേഷൻസും വേഗത്തിലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുന്ന സങ്കീർണതകളും നിറഞ്ഞതാണ്. ഈ അന്തരീക്ഷം പലപ്പോഴും സമ്മർദ്ദം, ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന്തരിക സമാധാനം നിലനിർത്തുന്നത് മുൻപത്തേക്കാളും ഒരാവശ്യമായി മാറിയിരിക്കുന്നു. ഇന്നർ പീസ് പ്രാധാന്യം അർഹിക്കുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ആദ്യമായി ബിൽഡിംഗ് റെസിലിയൻസ്.
പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും അതിൽ നിന്നെല്ലാം ഉയർന്നു വരുവാനുമുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുന്നു. മറ്റൊന്ന് ഇംപ്രൂവ്ഡ് മെന്റൽ ഹെൽത്ത്. ഇന്നർ പീസ് നമ്മളിൽ ഉണ്ടാകുന്നത് ഉത്കണ്ഠ, വിഷാദം, ബേൺ ഔട്ട് എന്നിവയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. മറ്റൊന്ന് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ്. ശാന്തതയും ഫോക്കസ്ഡ് ആകാനുള്ള കഴിവും ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ആന്തരിക സമാധാനം, ഫോക്കസ്, വ്യക്തത, സർഗാത്മകത എന്നിവ വർദ്ധിപ്പിക്കുന്നത് മൂലം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വ്യക്തികൾക്ക് സാധിക്കുന്നു. അവസാനമായി പേഴ്സണൽ ഗ്രോത്ത്. ഇന്നർ പീസ് സെൽഫ് ഡിസ്കവറിക്കും പേഴ്സണൽ ഗ്രോത്തിനും സ്പിരിച്വൽ ഡെവലപ്മെന്റിനും കാരണമാകുന്നു. ചുരുക്കത്തിൽ ഇന്നർ പീസ് വെറും ഒരു ആഡംബരമല്ല, മറിച്ച് ഇന്നത്തെ ലോകത്തിൽ ഒരു ആവശ്യമാണ്. ജീവിതത്തിന്റെ സങ്കീർണതകളെ ഗ്രേസ്ഫുള്ളായി ലക്ഷ്യത്തോടു കൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ പകരുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും അതുപോലെ ഫിനാൻഷ്യലായ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുവാനും സഹായകരമായ പുസ്തകങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.